ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനൂർ പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുക നമ്മുടെ രവിയെയും ചന്ദ്രയാണ് കേട്ടോ. രവിയാണെങ്കിൽ ചന്ദ്രനെ നല്ല രീതിയിൽ തന്നെ ഉപദേശിക്കുന്നുണ്ട്. രേവതിയെ മരുമകളായി അംഗീകരിക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചന്ദ്ര പറയാണ്, എനിക്ക് രേവതി ഒരിക്കലും അങ്ങനെ കാണാനായിട്ട് സാധിക്കില്ല. ചന്ദ്ര എന്നും പഴയ ചന്ദ്രമതി തന്നെയായിരിക്കും. അതേ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതല്ല അതിന് പുതിയ മരുമകൾ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ നടക്കില്ല രവിയേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവിയോട് ഉറങ്ങാൻ പറയാണ് കേട്ടോ ചന്ദ്ര. രവിയാണെങ്കിൽ മയക്കത്തിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ചന്ദ്രയാകട്ടെ, രവിയേട്ടൻ പറഞ്ഞ കാര്യം അത് മനസ്സിൽ നിന്ന് പോകുന്നില്ല, രവി അങ്ങനെ എങ്ങനെ സംഭവിച്ചാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കാൻ നമ്മുടെ ശ്രുതിയാണ് കേട്ടോ. ബാക്കി വന്നിരിക്കുന്ന പാല് ചന്ദ്ര രവിക്ക് കൊണ്ടുപോകുന്ന പോലെ തന്നെ ശ്രുതിക്ക് വേണ്ടിയിട്ട് കൊണ്ടേ കൊടുക്കുകയാണ്. ഈ സമയത്ത് ഒരു ഫസ്റ്റ് നൈറ്റിൽ അതുപോലെ തന്നെ നല്ല റൊമാൻറ്റിക് മൂഡിൽ സംസാരിക്കുകയാണ് ശ്രുതി. ഇതിനിടയിൽ നമ്മുടെ വർഷയുടെ പെരുമാറ്റത്തെക്കുറിച്ചും അച്ഛനെ ഹഗ് ചെയ്തതിനെക്കുറിച്ചൊക്കെ ഒരു ഇഷ്ടപ്പെടാത്ത രീതിയിൽ ശ്രുതി സംസാരിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ വർഷയുടെ കാഴ്ചപ്പാട് അങ്ങനെയായിരിക്കും, പക്ഷേ അതേ രീതിയിലായിരിക്കും വളർന്നിട്ടുണ്ടാവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ് ശ്രുതി. മാത്രമല്ല എങ്ങനെയെങ്കിലും വർഷയുമായിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട്, നീ എന്തിനാ ശ്രുതി അവൾ ഇത്ര വലിയ പൊക്കി പിടിക്കുന്നത്? അതിൻ്റെ ഒന്നും കാര്യമില്ല, അവളുടെ അച്ഛൻ ഇവിടെ നാട്ടിലാണ്, നിന്റെ അച്ഛൻ അങ്ങ് മലേഷ്യയിൽ, പണക്കാരൻ അച്ഛൻ്റെ മോള് തന്നെയല്ലേ നീയും, പിന്നെ അവളുടെ ഒത്താശ എന്തിനാ നിനക്ക് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ശരിയാ ശ്രുതി, പണക്കാരൻ അച്ഛൻ്റെ മോള് തന്നെയാണ് ഞാനും, പക്ഷേ വർഷയുടെ സപ്പോർട്ടും കൂടി നമുക്ക് വേണം, അല്ലെന്നാണെങ്കിൽ വർഷയും രേവതിയും തമ്മിൽ അടുക്കും, അതത്ര നല്ലതല്ല. പിന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മുടെ സച്ചി ശ്രീകാന്തായിട്ട് ഉടക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു തക്കം നോക്കിയിട്ട് ശ്രീകാന്തുമായിട്ടുള്ള ബന്ധങ്ങളും കൂടി ശ്രുതി കുറച്ചുകൂടെ ദൃഢമാക്കണം. ഞാനും വർഷയും വലിയ കുടുംബത്തിൽ നിന്ന് വന്നതില്ലേ, അപ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായി ശ്രുതി എന്നൊക്കെ ശ്രുതി ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതിയും അത് അംഗീകരിക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്ന ശ്രീകാന്തിനെ വർഷയുമാണ് കേട്ടോ. വർഷയാണെങ്കിലും സാരിയൊക്കെ ചേഞ്ച് ചെയ്ത് സാധാരണ നൈറ്റ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ്. ഈ സമയത്ത് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, എന്താണ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നത് ചോദിക്കുമ്പോഴത്തേക്കും അതെനിക്ക് അത്ര കംഫർട്ട് അല്ല ശ്രീകാന്ത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അതിനുശേഷം വർഷ വീട്ടിലുള്ള ഓരോരുത്തരുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുകയാണ്. അതായത് രേവതി ഒരു പാവമാണ്, പാവം പിടിച്ച കുടുംബത്തിൽ നിന്ന് വന്നതാണ്, അതുകൊണ്ട് തന്നെ രേവതി ചേച്ചിയാണ് വീട്ടിലെ പണികളെല്ലാം ചെയ്യുന്നത്. ആൻറ്റി അതേ രീതിക്കാണ് രേവതി ചേച്ചിയോട് പെരുമാറുന്നത്. ശ്രുതിയടുത്താണെങ്കിലും പണക്കാരനായ ഒരാളുടെ മോളും മാത്രമല്ല വലിയൊരു ബ്യൂട്ടി പാർലറും ഉണ്ട്. അതിൻ്റെതായ ഒരു സ്നേഹവും അംഗീകാരമൊക്കെ ചന്ദ്രാന്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ശ്രീകാന്തിൻ്റെ ഏട്ടൻ ശ്രുതിയും വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല സ്റ്റാൻഡേർഡ് രീതിക്കാണ് സംസാരിക്കുന്നത്. പക്ഷേ ശ്രീകാന്തിൻ്റെ സച്ചിയേട്ടൻ അത്ര നല്ല നേച്ചറല്ല അദ്ദേഹത്തിൻ്റെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിനക്കറിയാൻ പാടില്ല, എന്നിട്ട് സച്ചിയേട്ടൻ നല്ലൊരാളാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും വർഷ പറയുന്നുണ്ട്, അത് നിനക്ക് നിൻ്റെ ചേട്ടനായതുകൊണ്ട് തോന്നുന്നല്ലേ, പക്ഷേ എനിക്ക് അങ്ങനെ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. ഇവരെക്കാളെല്ലാം തന്നെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരാളുണ്ട്, നിൻ്റെ അച്ഛൻ. എനിക്ക് നിൻ്റെ അച്ഛൻ്റെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വർഷ പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞിരുന്നില്ലേ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നിനക്ക് എല്ലാവരും ഇഷ്ടപ്പെടുമെന്ന്. അതൊക്കെ പോട്ടെ, ഇനി നമ്മൾ വർത്തമാനം പറഞ്ഞ് നമ്മുടെ സമയം ഇതിനെ കളയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്യാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്ന ടെറസിൽ ഉറങ്ങാൻ കിടന്ന സച്ചിയാണ്. സച്ചിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞു കിടന്നിട്ട് ഉറക്കം ശരിയാവുന്നില്ല കേട്ടോ. അന്നേരം സച്ചി എന്നെ ചിന്തിക്കുകയാണ്, റൂമിലായിരുന്നെങ്കിൽ ചെന്ന് കിടക്കേണ്ട താമസം ഉറങ്ങിപ്പോയത്, ഇതാണെങ്കിൽ ഉറക്കവും വരുന്നില്ലല്ലോ എൻ്റെ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ താഴത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. ചെല്ലുന്നത് വേറെ ഒന്നിനും വേണ്ടിയിട്ടില്ല, നമ്മുടെ രേവതിയെ വിളിച്ചെഴുന്നേൽപ്പിക്കാനാണ്. ചെന്ന ഉടനെ തന്നെ രേവതിയെ തട്ടി വിളിക്കുമ്പോഴത്തേക്കും നല്ല ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന രേവതി സച്ചിയെ കാണാൻ പേടിച്ചു പോകുന്നുണ്ട്. പെട്ടെന്ന് സച്ചി പറയുന്നുണ്ട്, പേടിക്കണ്ട, ഇത് ഞാനാണെന്ന് പറയുമ്പോഴത്തേക്കും എന്താ സച്ചിയായിട്ട് ഇത് ഉറങ്ങാൻ സമ്മതിക്കില്ലേ എന്ന് രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിന് സച്ചി പറയുന്നുണ്ട്, അല്ല രേവതി എനിക്ക് കടന്നിട്ട് ഉറക്കം വരുന്നില്ല, നീ എൻ്റെ കൂടെ വായെന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് തന്നെ രേവതിയെ കൂട്ടിക്കൊണ്ട് ടെറസിൻ്റെ മുകളിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. രേവതിയാണെങ്കിൽ ആകെ ഉറങ്ങി വാടിയാണ് കേട്ടോ ചെല്ലുന്നത്. രേവതിയാണെങ്കിലോ സച്ചി പാവിരിക്കേണ്ട താമസം ഉറങ്ങാനായിട്ട് കിടക്കുകയാണ്. ഇത് കാണുമ്പോഴേ സച്ചി വേഗം തന്നെ, രേവതി ഉറങ്ങല്ലേ, എനിക്ക് ഉറക്കം വരുന്നില്ല, നീ എന്തെങ്കിലും പറയേ നോയിക്കേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിനെ വിളിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. ഈ സമയത്ത് രേവതി പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ല, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ പണിയാണ്, നല്ല ക്ഷീണം എനിക്കുണ്ട് സച്ചിയോട്, ഞാനൊന്ന് ഉറങ്ങട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും നീ എന്തിനാ കുടുംബത്തിൽ എല്ലാ ജോലിയും ചെയ്യുന്നത്, എല്ലാ ജോലിയും ഇപ്പം 3 മരുമക്കളല്ലേ, നിങ്ങൾ 3 പേരും ഒരേ രീതിക്ക് തന്നെ ചെയ്യണം എന്നൊക്കെ സച്ചി പറയുമ്പോഴത്തേക്കും നടന്നത് തന്നെ എന്ന് രേവതി ഒരു തമാശൻ്റെ രൂപേണ പറയാണ് കേട്ടോ. നമ്മൾ സച്ചി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് രേവതിയെ നോക്കുന്ന സമയത്ത് രേവതി നല്ല ഉറക്കമായി കേട്ടോ. വേഗം തന്നെ സച്ചി രേവതിയെ പുതപ്പിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.